പ്രമുഖ ബ്രാൻഡുകളുടെയൊക്കെ വ്യാജ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് വിപണിയിൽ ലഭ്യമാണ്. അടുത്ത കാലത്ത് എറണാകുളത്ത് നിന്ന് സാംസങ്ങിന്റെയും ഐഫോണിന്റെയും ഒക്കെ മൊബൈൽ ഫോണുകളും സമാന്തര ഉപകരണങ്ങളൊക്കെ പിടിക്കപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സാഹചര്യത്തിൽ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡോ പുതിയതോ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതൊക്കെ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോണിലെ IMEI നമ്പറിലൂടെ നമ്മുടെ ഫോണ് ഒറിജിനൽ ആണോ അല്ല വ്യാജമാണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങളുടെ ഫോണിന്റെ കാർട്ടൂൺ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോണിന്റെ കാർട്ടൂണ് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ IMEI നമ്പർ എന്ന് പറഞ്ഞിട്ട് സ്ലോട്ട് 1 സ്ലോട്ട് 2 എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ടാവും. രണ്ടിൽ ഏത് നമ്പർ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കൈവശം ഫോൺ വാങ്ങിയ കാർട്ടൂൺ ഇല്ലെങ്കിൽ, ഇനി ഞാൻ സ്ക്രീനിൽ പറയുന്നത് പോലെ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ട് അതിന്റെ ഡയൽ പാഡിൽ നിങ്ങൾ *#06# എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് IMEI നമ്പർ 2 എണ്ണം കാണാൻ സാധിക്കുന്നതാണ്, സ്ലോട്ട് 1 സ്ലോട്ട് 2. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് IMEI നമ്പർ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന്റെ സെർച്ച് ബാറിൽ IMEI എന്ന് സെർച്ച് ചെയ്യുക. IMEI. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് IMEI നമ്പറിന്റെ ഓപ്ഷൻ കിട്ടുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും IMEI നമ്പർ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി IMEI നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ചെക്ക് യുവർ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ചെക്ക് യുവർ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് IP അഡ്രസ്സ് എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് IP അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ, അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ ചെക്ക് IMEI എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വെരിഫൈൻ്റെ ഒരു ഓപ്ഷനൊക്കെ വരും, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ മുകളിൽ തന്നെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം 13 Pro Plus. ഇത് തന്നെയാണ് എൻ്റെ മൊബൈൽ ഫോണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പനി നെയിമുണ്ട്, Realme 13 Pro Plus തന്നെയാണ് എൻ്റെ ഫോണ്. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിരിക്കണം. അതായത് ഫോൺ കമ്പനിയും ഫോൺ മോഡലും കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സാംസങ് ഫോണാണെങ്കിൽ ഇവിടെ സാംസങ് എന്നുണ്ടെങ്കിലും സാംസങ്ങിൻ്റെ മോഡൽ കൃത്യമാണോ എന്ന് നോക്കാം. സാംസങ് S24 ആണെങ്കിൽ 24, അല്ല ഏത് മോഡലാണെങ്കിൽ അത് കൃത്യമാണോ എന്ന് നോക്കാം. ഇനി നിങ്ങൾ നേരെ താഴേക്ക് വരാം. താഴേക്ക് വന്നാൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റിലീസായതും അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനും അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഇതാ 5G ആണോ ഫോണ്, അങ്ങനെയുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ IMEI നമ്പറിലൂടെ ചെക്ക് ചെയ്യുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തികരമല്ല, എന്നിട്ടും നിങ്ങളുടെ ഫോണ് വ്യാജമാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം. ഇപ്പം ഇത് റിയൽമിയുടെ ഫോണല്ല, ഇത് റെഡ്മിയുടെ ഫോണാണ്. അപ്പം നിങ്ങളുടെ ഫോൺ കമ്പനി ഏതാണ്? സാംസങ് ആണോ, ഓപ്പോ ആണോ, വിവോ ആണോ, റെഡ്മി ആണോ, എന്തുമാവട്ടെ. ഇതിപ്പോൾ റെഡ്മി ആണ്. റെഡ്മി ആയതുകൊണ്ട് തന്നെ ഈ ഫോണിൽ റെഡ്മിയുടേതായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം MI സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് റെഡ്മിയുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ റെഡ്മിയുടെ തന്നെ ആപ്പ് സ്റ്റോറും ഉണ്ടാവും ഇതിനകത്ത്. വ്യാജ ഫോണിലാണെങ്കിൽ ഇതുപോലെ കമ്പനി ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ മാത്രമേ ഉണ്ടാവും. കമ്പനിയുടേതായിട്ട് ഒരു ആപ്പ് സ്റ്റോർ ഫോണിൽ ഉണ്ടാവില്ല. ഇപ്പോൾ സാംസങ്ങിനൊക്കെ നിങ്ങൾക്കറിയാം സാംസങ്ങിൻ്റെ തന്നെ സ്റ്റോർ ഉണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ റിയൽമിയുടേതാണെങ്കിൽ റിയൽമി സ്റ്റോർ, ആപ്പ് സ്റ്റോർ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിലൊന്നും നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ 100% തൃപ്തി കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങളുടെ ഫോൺ ഏതാണ്, ഇപ്പോൾ ഓപ്പോ ആണെങ്കിൽ ഓപ്പോ എന്ന് എഴുതിയിട്ട് വാറണ്ടി ചെക്ക് എന്ന് എഴുതാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോണ് റിയൽമി ആണോ, റെഡ്മി ആണോ, OnePlus ആണോ, എന്താണ് അത് ആദ്യം എഴുതിയിട്ട് വാറണ്ടി ചെക്ക് എന്ന് എഴുതിയിട്ട് എൻ്റർ ചെയ്യുക. അപ്പം അവരവരുടെ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. അതായത് വാറണ്ടി ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പോൾ ഓപ്പോൻ്റെ സൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കോപ്പി ചെയ്ത IMEI നമ്പർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ റിയൽമി ഫോണിൻ്റെ സമാനമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ വാറണ്ടി ചെക്ക് എന്നുള്ളതിൻ്റെ ഞാൻ ഓപ്പോ എന്നുള്ളത് മാറ്റിയിട്ട്
റിയൽമി എന്നാക്കിയിട്ടുണ്ട്. റിയൽമി വാറണ്ടി ചെക്കിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ റിയൽമിയുടേതായ വെബ്സൈറ്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇതിവിടെ എൻ്റെ IMEI നമ്പർ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെക്ക് നൗ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാസ്ക് ഇതിൽ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എൻ്റെ സെയിം ഫോൺ തന്നെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഫോണാണെങ്കിൽ സെയിം ഫോൺ കാണിച്ചു തരും, അല്ലെങ്കിൽ എറർ എന്നാണ് കാണിക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിന് എത്ര വാറണ്ടി ഉണ്ടെന്നും ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് കാണാം 2025 10ാം മാസം വരെ എൻ്റെ ഫോണിന് വാറണ്ടി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ മൊബൈൽ ഫോണുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫോൺ വിദേശ രാജ്യത്ത് നിന്ന് വാങ്ങിയതാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാംസങ് ഫോണിന് ചെറിയ വ്യത്യാസമുണ്ട്. സാംസങ് ഫോണിൽ സെറ്റിംഗ്സിനകത്ത് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.